രൂപ ടിക്കറ്റ് 76 രൂപക്കാണ് എനിക്ക് കിട്ടിയത്. അതിന് കാരണം PVR പാസ്പോർട്ട് ഉപയോഗിച്ച് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോ ക്യാൻസലായി പോയതുകൊണ്ട് 1000 രൂപയുടെ ഒരു വൗച്ചറാണ് പകരമായിട്ട് PVR തന്നത്. അതുകൊണ്ട് PXL സ്ക്രീനിൽ റിക്ലൈനറിലിരുന്ന് ഈ സിനിമ കാണാൻ പറ്റി. PVRൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇതിന് ഒരൊറ്റ പരസ്യം പോലും ഉണ്ടായിരുന്നില്ല സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഇൻ്റർവെല്ലിലും. കൊച്ചിയിലെ മൾട്ടിപ്ലക്സുകളിൽ ഈ അനിമെ റിലീസ് ആവാറുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെളുപ്പിന് 4 മണിക്കാണ് ഒരു ജാപ്പനീസ് അനിമെ സിനിമയുടെ ആദ്യത്തെ ഷോ. അത് ഫുള്ളാണ് വെളുപ്പിന് 4 മണിക്ക്. അത് കഴിഞ്ഞ് 7 മണിക്ക്. പിന്നെ ഈ മൾട്ടിപ്ലക്സ് ചെയിനുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന ഈ അനിമെ നമ്മുടെ നോർമൽ ക്ലാസ് തിയേറ്ററുകളിലെല്ലാം റിലീസാവുന്നു. മേജർ റിലീസിൻ്റെ ഒരു സെക്കൻഡിൽ ഇപ്പോൾ വനിതയൊക്കെ പോലെ, വനിത രാഗം പോലുള്ള അവിടെ എല്ലാം ഒരു ജാപ്പനീസ് അനിമെ റിലീസാവുന്നു. അത് ഒരു ഫുൾ പാക്ഡ് ഹൗസിൽ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും വരുമ്പോൾ കിട്ടുന്ന കയ്യടി. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു അനിമെ സീരീസിൽ. അപ്പോൾ അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സ് വരുമ്പോഴും നിറഞ്ഞ കയ്യടി. പിന്നെ ഇതൊരു വിഷ്വൽ സ്പെക്ടാക്കിളാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ വിഷ്വൽസ് ഇങ്ങനെ നല്ല ഇമേഴ്സീവ് ആയിട്ടുള്ള വലിയൊരു സ്ക്രീനിൽ കാണുന്നത്. ഞാനിപ്പോൾ ഫോർമോളുള്ള PXL സ്ക്രീനിലാണ്. അപ്പോൾ ഈ PXL സ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സിനിമയുടെ പ്രത്യേകത ഇത് നമുക്ക് PXL എന്നല്ല, എല്ലാ ഫ്ലാറ്റ് സ്ക്രീനിലും നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. നമുക്ക് കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14 തിയേറ്ററുകളിൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അതിൽ മെയിൻ തിയേറ്റർ എന്ന് പറയുന്നത് കൊച്ചി IMAX ആണ്. കൊച്ചി IMAXൽ ഇത് ഫുൾ സ്ക്രീൻ ഉണ്ടാവും. പിന്നെ IMAXൻ്റെ DMR പ്രോസസ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവന്മാർ 1000 രൂപയോളമൊക്കെയാണ് അതിന് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1000 രൂപയൊക്കെ മുടക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു സിനിമയ്ക്ക്, ഈ സിനിമയുടെ ഫാൻ ബേസ്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ PXL സ്ക്രീനാണ്. PXL സ്ക്രീനിലും ഇത് ഫുൾ സ്ക്രീൻ ആയിരുന്നു. 4K അറ്റ്മോസിൽ, ഡോൾബി അറ്റ്മോസിൽ കാണാൻ പറ്റിയ, കേരളത്തിൽ തന്നെ ഏറ്റവും 4Kയിൽ ഈ പടം അതിൻ്റേതായിട്ടുള്ള ഫുൾ സ്ക്രീനിൽ 4K ഡോൾബി അറ്റ്മോസിൽ കാണാൻ പറ്റുന്ന ഒരു സ്ക്രീനും കൂടിയാണ് PXL. ഒരു 6:45 ഒക്കെ ആയപ്പോഴായിരുന്നു സ്ക്രീനിലേക്ക് കയറാൻ വേണ്ടി പോയത്. അപ്പോൾ ഓൾറെഡി 4 മണിക്കുള്ള ഷോ കണ്ടു കഴിഞ്ഞ ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ് ദാറ്റ്സ് ഇനഫ്. നമ്മൾ പോകാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്, വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സീസൺ 4ൻ്റെ ഒരു ക്ലിഫ് ഹാങ്ങർ കഴിഞ്ഞിട്ടുള്ള ഇൻഫിനിറ്റി കാസലിൽ ഈ ഡീമൺ സ്ലെയർ കോർട്ടിലുള്ള എല്ലാവരും അവരുടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ സിനിമയെ നമുക്കൊരു 3 ഭാഗങ്ങളായിട്ട് കാണാം. അതിനകത്ത് ആദ്യത്തെ ഈ 3 ഓരോ ഫൈറ്റ്സ് ആണ് വരുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ഷിനോബു ഡോമയെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഷിനോബു ഡോമയെ ഫേസ് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ, ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ബ്രീത്തിങ് സീൻസ് ഒക്കെ വരുന്നതൊക്കെ വളരെ കിഡിലൻ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഫൈറ്റ്സിനിടയിൽ വരുന്ന ഇവരുടെ തോട്ട്സ്, ഈ ഒരു ഇമോഷണൽ ആർക്ക് ഇതിൽ മുഴുവനായിട്ടുണ്ട്. ഇതിൽ ഈ ആക്ഷൻ പ്ലസ് ഇമോഷൻ എന്ന് പറയുന്ന സംഗതി, അതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഈ ഷിനോബു ഡോമ അതിനകത്ത് വരുന്നത് അതൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആ സംഭവം. കാരണം നമുക്ക് അത് കാണുമ്പോൾ അതിൻ്റെ ഇമോഷൻ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വർക്കൗണ്ട്, ആക്ഷനും ഗംഭീരമാണ്. എന്നാൽ അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു സെക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് സെനിറ്റ്സു കൈഗാക്കു ഇവരുടെ തമ്മിലുള്ള ഫൈറ്റ് വരുമ്പോൾ അത് കുറച്ചും കൂടി അങ്ങ് ഇവോൾവ് ആവുകയാണ്. കാരണം അതിനകത്തുള്ള ആക്ഷൻ സീൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇമോഷൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടി ഗംഭീരമായിട്ട് സ്ക്രീനിൽ വരുന്നു. ഇതിൽ ഒരു ആക്ഷൻ സീൻസ് പർട്ടിക്കുലർ ഒരു നോൺ ലീനിയർ നരേഷൻ പോലെയാണ്. അവരുടെ തോട്ട്സ്, അവരുടെ ഫ്ലാഷ് ബാക്ക്, പാസ്റ്റ്, ഇതെല്ലാം കണ്ടിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിൽ നിന്ന് രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നു, കൂടുതൽ അടിപൊളിയാവുന്നു. നമ്മൾ ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ നമുക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് ആ രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അത് ഈ സീരീസിൻ്റെതായിട്ടുള്ള ഇമോഷണലും ആക്ഷനും ഇത്രയും ബ്ലെൻഡ് ചെയ്ത് സൂപ്പർബായിട്ട് പോകുമ്പോഴാണ് നമ്മളതിൻ്റെ ഫൈനൽ സംഭവങ്ങളിലേക്ക് വരുന്നത്. അതായത് ഇതിൻ്റെ 3ാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ സിനിമയിലെ ഹീറോ വരുന്നത്. ഈ സിനിമ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആകാശ എന്നാണ് പേരിടേണ്ടത്. ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ആകാശയാണ്. അത് എങ്ങനെയാണ് പുള്ളി ഹീറോ ആവുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയാം. കൂടുതൽ എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകും. കാരണം ഇതിൽ ആകാശ ഫേസ് ചെയ്യുന്നത് ടാൻജിറോനെയും ഗിയോനെയുമാണ്. അപ്പോൾ ഈ ടാൻജിറോ, ഗിയു ഇവർ രണ്ടുപേരെയും ആകാശ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒബിയസ്ലി നമുക്ക് ആകാശക്ക് നല്ല ക്ലാപ്പുണ്ട്. ആകാശിന് എൻട്രി സീൻ തന്നെ അത്ര കിഡിലനാണ്. ഇതിൻ്റെ വിഷ്വൽസിനെ കുറിച്ച് ആ സമയത്ത് വരുന്നതിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ തന്നെ വേണം. ഇവർ രണ്ടുപേരെയും ഒരാൾ നിന്ന് 2 പേരെ ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിനിടയിൽ നമ്മൾ നായകന്മാർക്ക് വേണ്ടി ആ സൈഡിൽ നിന്നാൽ പോലും ആകാശയുടെ പ്ലോട്ട് ഏത് രീതിയിലാണ് നമുക്കതൊരു ഹീറോ ലെവലിലേക്ക് ഉയരുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂറോളം സമയമുണ്ട്. ആ സമയത്തിൽ ഈ ആകാശയുടെ ക്യാരക്ടർ ആർക്ക് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് ഓൾറെഡി മാഗ വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതായിരിക്കാം. പക്ഷെ ഇതിനെക്കുറിച്ച്, ഈ ക്യാരക്ടറിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാതെ ഈ സിനിമ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഹീറോ ആയിട്ട് മാറുകയാണ് ആകാശ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. ആക്ഷൻ സീൻസ് ആണെങ്കിലും അതിൻ്റെ കോർ ഇമോഷൻ എന്ന് പറയുന്നത് പടത്തിൻ്റെ മൊത്തത്തിൽ ബാക്കി എല്ലാ സംഭവങ്ങളും സൈഡായി പോയി. ഈ പടം മൊത്തത്തിൽ അങ്ങ് ആകാശ ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം. ആ രീതിയിലാണ് പടം പോകുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഇതൊരു ട്രിളജിയാണ്. ഇതിൻ്റെ
ഫൈനൽ ബാറ്റിൽ എന്ന് പറയുന്ന 3 സിനിമകളായിട്ടാണ് ഇറക്കുന്നത്. ആ 3 സിനിമകളിൽ ആദ്യത്തെ സിനിമയാണ് ഇത്. ഒരു ക്ലിഫ് ഹാങ്ങർ പോലുള്ള ഇനി എന്ത് നടക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് സിനിമ അവസാനിക്കുന്നത്. ഇനിയുള്ള ഇതിന്റെ ബാക്കി വരാനായിട്ട് ഇനി വർഷങ്ങളെടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള നീണ്ട കാത്തിരിപ്പ് തന്നെ തുടരുന്നു. അപ്പോൾ ഈ അനിമെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് വ്യാപിക്കുകയാണ്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം മൾട്ടിപ്ലക്സുകളിൽ റിലീസാകുമായിരുന്നു, ഷോ ഫുള്ളായിരുന്നു. പക്ഷേ എല്ലാ തിയേറ്ററിലും, ഈ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലെ മെയിൻ തിയേറ്ററുകളിലെല്ലാം റിലീസാവുന്നു. അത് കാണാൻ ഒരു മെജോറിറ്റി ആളുകളുണ്ട് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇനിയും വലുതാണോ, നമ്മുടെ നോർമൽ സിനിമകളൊക്കെ റിലീസാവുന്ന പോലെ എല്ലാ ടൈപ്പ് ആനിമെ റിലീസാവണം. അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയത്, PXL കിട്ടിയത്. ഇത് PXL അല്ലെങ്കിൽ IMAX അങ്ങനെയുള്ള സ്ക്രീനുകളിൽ കാണേണ്ട പടമാണ്. നമ്മൾ നോർമൽ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പില്ലർ ബോക്സിലായിരിക്കും, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ബ്ലാക്ക് ബാർഡ്സ് ഉണ്ടാവും. അപ്പോൾ പരമാവധി നിങ്ങൾ ഇതുപോലുള്ള PLF ഫോർമാറ്റിൽ PLF സ്ക്രീനുകളിൽ കാണാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ രാഗമാണെങ്കിലും ഏരീസ് ആണെങ്കിലും രേവതി ആണെങ്കിലും നമ്മുടെ പില്ലർ ബോക്സ് എന്ന് പറയുന്ന സംഭവം അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കാണാവുന്നതാണ്. ഏത് തിയേറ്ററിൽ കണ്ടാലും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് PLF കാണുന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമേഴ്സീവ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് കുറച്ച് കൂടും, അത്രയാണ്. അപ്പോൾ കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാകരുതെന്ന് എനിക്ക് പറയാം.